പതുക്കെ പതുക്കെ. എത്രയായി? എന്തത്ര ധൃതി? ഒത്തിരി നേരമായി സാറേ വന്നിട്ട്. ഒന്ന് വെയിറ്റ് ചെയ്യ്, അവിടെ വെയിറ്റ് ചെയ്യ്. ഒരു മിനിറ്റ്. നിന്നെ രാവിലെ മുതൽ വിളിച്ചോണ്ടിരിക്കുക, പിന്നെ ഇതേലെങ്കിൽ പോന്നു. ഒന്നും പറയണ്ട. രാവിലെ മുതൽ ഇവിടെ പോസ്റ്റാ. ആ SI വിളിപ്പിച്ചതാ. ആ ഡേവിഡ് അച്ഛൻ്റെ ഒരു ചൊറിച്ചില്. ഇന്നലെ പള്ളി കമ്മിറ്റി പർച്ചേസിന്റെ കണക്ക് നോക്കിയിട്ട് 10,000 രൂപ ഞാൻ വെട്ടിച്ചെന്ന് കപ്പിയാര്. ആ കോപ്പനിട്ട് ഞാറെണ്ണം പൊട്ടിച്ചപ്പം അച്ഛൻ കപ്പിയാരുടെ വശത്ത്. അയക്ക് കുരുപൊട്ടിട്ട് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു. നീ എന്നതിനകത്തെല്ലാം പോയെ? വെള്ളമായിരുന്നോ? അല്ല, അങ്ങ് പറ്റിപ്പോയതാ. ഞാൻ പിടിക്കാം. നീ ഇവിടെ നിന്നാ മതി. SI സാറുണ്ടോ വരുന്നകത്ത്? ഉണ്ട്, ഊണ് കഴിക്കുക. താനെന്തിനാ വന്നതെന്ന് മനസ്സിലായി. സംഭവങ്ങളൊക്കെ ഇവിടെ മിനിഞ്ഞാന്നേ അറിഞ്ഞു. പുള്ളിക്കാരൻ വലിയ ബലം കൊടുത്തിട്ടില്ല. കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാം. എന്നാലും നേരിട്ട് സംസാരിച്ച് നോക്കാം. ഞാനും കൂടെ വരാം. വാ. ആരാന്ന് ആർക്കറിയാം. മുഖം മൂടിയിട്ടുണ്ടായിരുന്നല്ലോ. പള്ളിയിലാണെങ്കിൽ CCTV ഇല്ല. വന്ന വണ്ടിയുടെ നമ്പറാണെങ്കിൽ ഫേക്കും. മോൾക്കെങ്ങനെ ലൈൻ വല്ലതുണ്ടായിരുന്നോ? അല്ല, അവരായാലും കൊട്ടേഷൻ കൊടുത്ത് കല്യാണിച്ചക്കനെ പള്ളിയിൽ കയറി തല്ലിയതാണോ? അല്ല, അതും അറിയണമല്ലോ. സമാധാനമായിട്ട് ജീവിക്കാൻ നിവൃത്തിയില്ല സാർ, എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ സ്റ്റേഷനിലേക്ക് വന്നത്. പണ്ട് പഴയ ആനക്കുഴി സ്റ്റേഷനിൽ ചെന്ന് ഓർമ്മയുണ്ടോ? കെട്ടിടത്തിന് തീ വയ്ക്കാൻ SI മുരളീധരൻ ഓർമ്മയുണ്ടോ? ഇപ്പം DVSP ആണ്. സാറെന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ട്രെയിനിങ് ക്യാമ്പിൽ. ഒടുക്കത്തെ പുച്ഛമായിരുന്നല്ലോ പോലീസിന്. ഇപ്പം എന്തു പറ്റി? അവിടെ ഇരിക്കണോ? എന്നാ കേട്ടോ, തന്നെ പിള്ളേരെ റോട്ടിലിട്ട് പട്ടിയെ പോലെ കൊന്നാലും കാക്കിയിട്ട ഒരുത്തനും ഈ സ്റ്റേഷനിൽ വരത്തില്ല. അതവിടെ പുഴുത്ത് കിടക്കും. അത് ഈ മധുവിൻ്റെ ഉറപ്പാ. അനുഭവിക്ക് നീ. എണീറ്റ് പോണം ഒറ്റക്കാലം തെണ്ടി.
പോലീസ് എന്താന്നുള്ളത് താൻ കാണാൻ പോകുന്നേ ഉള്ളൂ. ഈ കാക്കിയുണ്ടല്ല, ഇതിങ്ങനെ മേത്ത് കിടക്കുമ്പോ ഞങ്ങക്ക് ചെയ്യാവുന്നതിന് ഒരു പരിധിയില്ല. ഓർത്തോ താൻ. സാറിന് പരിധിയില്ലായിരിക്കും, പക്ഷെ എനിക്കതുണ്ട്. എൻ്റെ ക്ഷമയ്ക്ക്. ആ കപ്പിയാരെ ബെന്നി വന്നല്ലേ? കേസാക്കാനാണോ അതോ പരാതിയായിട്ട് മുന്നോട്ട് പോയാൽ മതിയോ? കേസാക്കണ്ട, ഒന്ന് സംസാരിച്ചു വിട്ടാൽ മതി. നോക്കട്ടെ, സാറിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ. പരാതി കൊടുത്തായിരുന്നോ അച്ചായ? അധികാരിയൊന്നുമില്ല അച്ഛോ. അച്ഛാ, ബെന്നി കുഴപ്പക്കാരനൊന്നുമല്ല. അച്ഛനൊന്നും പറയണ്ട, അവന്റെ കയ്യിരിപ്പ് ശരിയല്ല, അഹങ്കാരിയാണ്. അച്ഛൻ അവനെ തല്ലിക്കാനൊന്നും നിൽക്കണ്ട, പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ തന്നെ ആരെങ്കിലും കിട്ടാൻ നോക്കിയിരിക്കുക, അകത്തിരിക്കുന്ന അവന്മാര്. എന്തായാലും പള്ളിയിലെ പണിക്ക് ഞാൻ വേറെ ആളെ വെക്കുക. അച്ഛൻ വെക്കും. എന്ത് പറ്റിയപ്പാ? വേറെ വഴി നോക്കണം. നാളെ കഴിഞ്ഞ് നീ രാവിലെ അവിടെ വരെ ഒന്ന് വരണം. ഒരു ഓട്ടോ ഉണ്ട്, ഇച്ചിരി ദൂരേക്കാ. ഓ, എവിടെ പോവാനപ്പാ? ഒരിടം വരെ. ഒരാളെ ഒന്ന് കാണാൻ. അതാണെന്ന് തോന്നുന്നു, ഉറപ്പില്ല, ഒന്ന് അന്വേഷിച്ചു. ചേട്ടാ, ഇവിടെ എന്താ, ഇവിടെയാണോ തമ്പാൻ എന്ന് പറഞ്ഞ ആള്? ഞാൻ കട്ടപ്പനയിൽ നിന്ന് വരുവാ, ആനക്കുഴിന്ന്. ആന്റണിയുടെ മോനാ. നീ വന്നേ, അകത്തേക്ക് വാ.
നമ്മളെ കാണാൻ വേണ്ടി ഒരാൾ വന്ന് നിൽപ്പുണ്ട്. എന്നെ ആ, നമ്മുടെ ആന്റണി ചായന്റെ മോൻ. അലക്സ, ദേ, വാടാങ്ങി. ചെല്ല്. ആന്റണി വന്നില്ലടാ. റേച്ചലോ? എന്നാടാ? എന്നാ പറ്റി?